മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ശിവശങ്കരനെ കാണാൻ കൊല്ലപ്പള്ളിയിൽ പോകുന്നു. 24 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻലിയുടെ ഒരു വെഡ്ഡിംഗ് കാർഡ് കാണിച്ചിരുന്നുവല്ലോ, അത് സത്യമായിരുന്നോ? എന്നോട് സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് വൈജയന്തി ശിവശങ്കരനോട് പറയുന്നു. എന്നാൽ ശിവശങ്കരൻ എനിക്കൊന്നും ഓർമ്മയില്ല, ഒരുപാട് വർഷം കഴിഞ്ഞില്ലേ എന്ന് പറയുകയാണ്. എന്നാൽ വൈജയന്തി ശിവശങ്കരനെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്റ്റാലിയെ നേരിട്ട് കണ്ടുപോയി എല്ലാം ചോദിക്കുമെന്ന്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ട്യൂഷന് പോകേണ്ട കൃഷ്ണജ കയ്യിൽ 2 ബുക്കും പിടിച്ച് എന്തോ മറന്നുപോയതുപോലെ അവിടെ നടക്കുന്നത് കണ്ടിട്ട് രോഹിത് ചോദിച്ചു, അരമണിക്കൂറായല്ലോ, നീ ഇവിടെ ചുറ്റിത്തിരിയുന്നു, പോണില്ലേ ട്യൂഷന്? പോണം. എന്തെങ്കിലും കളഞ്ഞു പോയോ? ഇല്ല. കൃഷ്ണജ ഇടതു കൈകൊണ്ട് തല ചികഞ്ഞു. അവളിന്ന് ട്യൂഷന് പോവില്ല, എങ്ങോട്ടും പോവില്ല, എനിക്കറിയാം, ബബിത പറഞ്ഞു. ബബിത ചേച്ചിക്ക് എന്തറിയാം? കൃഷ്ണജ കണ്ണുരുട്ടി. മനുവേട്ടനെയും രോഹിയേട്ടനെയും കണ്ടപ്പം നിനക്കിനി എങ്ങോട്ടും പോകാൻ മനസ്സില്ല, അതായിരുന്നു സത്യം. അയ്യോടി, പഠിത്തം കൂടി കട്ട് ചെയ്തിട്ടാ ഒരുത്തി വീട്ടിൽ വന്ന് നിൽക്കണേ, എന്നിട്ട് ട്യൂഷന് പോകാത്ത എനിക്കാ കുറ്റം. കൃഷ്ണജ മുഖം വീർപ്പിച്ചു. ഞാനതിന് കുറ്റം പറഞ്ഞില്ലല്ലോ. നീ ഇന്ന് ട്യൂഷന് പോണ്ട മോളെ, നമുക്ക് ജോളിയായിട്ട് കൂടാം. പക്ഷേ അമ്മ വരുമ്പം വഴക്ക് കിട്ടും, അതാ പേടി, കൃഷ്ണജ പറഞ്ഞു. ഇന്ന് തടസ്സം പിടിക്കാൻ രോഹിയേട്ടനും മനുവേട്ടനും ഉണ്ടല്ലോ. അത്രയും സപ്പോർട്ടോട് കിട്ടിയതോടെ കൃഷ്ണജ ബുക്ക് 2ഉം സ്റ്റഡി ടേബിളിലേക്ക് എറിഞ്ഞു. പിന്നല്ലാതെ, മനുശങ്കർ ചിരിയോടെ പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വൈജയന്തിയുടെ കാർ ഗേറ്റ് കടന്നെത്തി. മനുശങ്കറും രോഹിത്തും സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. വൈജയന്തിയുടെ കണത്തിരുന്ന മുഖം ഒന്നയഞ്ഞു. ബബിതയുടെ പിന്നിൽ പാതി മറിഞ്ഞു നിൽക്കുകയായിരുന്നു കൃഷ്ണജ. നീ എന്താടി ഇന്ന് ട്യൂഷന് പോകാഞ്ഞത്? സിറ്റൗട്ടിലേക്ക് കയറി വന്ന വൈജയന്തി ചോദിച്ചു. മനുവേട്ടനും രോഹിയേട്ടനും പറഞ്ഞു പോവണ്ടാന്ന്. അവരെന്നെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. വിളച്ചിലെടുക്കാതെ വേഗം പോയിക്കോ, ഇന്നൊരു ദിവസം ട്യൂഷൻ വേണ്ടെന്ന് വയ്ക്കാൻഡി. മനുശങ്കർ കൃഷ്ണയുടെ പക്ഷം പിടിച്ചു. വേണ്ട വേണ്ട, പഠിക്കാതിരിക്കാൻ എന്താ കാരണമെന്ന് നോക്കിയിരിക്കുന്നവളാ, അവളോട് ഒരലിവും വേണ്ട. കൃഷ്ണേ, ഇനി എന്താ താമസം? കൃഷ്ണജ ബുക്കുകളെടുത്ത് മുഖം വീർപ്പിച്ച് അമ്മയെ തുറിച്ചു നോക്കി. കലിതുള്ളിയ മട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ടോ അവിടെ ദേഷ്യം? വൈജയന്തി ആശ്ചര്യപ്പെട്ടു. അമ്മയുടെ അല്ലേ മോള്? രോഹിത്ത് കളിയായിട്ട് പറഞ്ഞു. വൈജയന്തിയുടെ മൂർച്ചുള്ള നോട്ടം അവന്റെ നേർക്ക് നീണ്ടു. നല്ലതെല്ലാം അച്ഛന്റെ സംഭാവന, മോശമെല്ലാം അമ്മയുടെയും. ഞാനില്ലമ്മേ വഴക്കിന്. സുല്ല് സുല്ല് സുല്ല്, രോഹിത്ത് പറഞ്ഞു. വീട്ടിനകത്ത് കടന്ന് റൂമിൽ കയറി ഡ്രസ് മാറി വന്ന ശേഷം മാത്രമേ വൈജയന്തി മനുവിനോടും രോഹിത്തിനോടും കുശലാന്വേഷണത്തിന് തയ്യാറായുള്ളൂ. നീ എന്താ നേരെ ഇങ്ങോട്ട് വരാതെ കൊല്ലപ്പള്ളിക്ക് പോയത്? ഇതല്ലായിരുന്നോ നിനക്കെളുപ്പം? വൈജയന്തി രോഹിത്തിനോട് ചോദിച്ചു. അങ്കിള് കാറ് കൊണ്ടുവന്നപ്പം അതിൽ കയറി. ഞാൻ പറഞ്ഞതാ എന്നെ പാലത്തിനക്കരെ ഇറക്കിയാ മതിയെന്ന്. അന്നേരം അങ്കിളിന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാൻ? ഞാൻ അലിനി ചേച്ചി താമസിക്കുന്നിടത്ത് പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. വൈജയന്തിക്ക് അപകട സൂചന കിട്ടി. ജാഗ്രത. നീ എന്തു പറഞ്ഞു? ഞാൻ പോയിട്ടുണ്ടല്ലോ, എന്തിനാ കള്ളം പറയുന്നേ? ബബിത പോയി താമസിച്ച സ്ഥലത്ത് നീ താമസിച്ചിട്ടുണ്ടോ? വൈജയന്തി ചോദിച്ചു. ഉണ്ടല്ലോ. സ്റ്റാൻലിയുമായി നീ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലാതെ എങ്ങനെയാ അവിടെ ചെന്ന് താമസിക്കുന്നേ? അലിനി ചേച്ചി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാ അവൾ നിന്നെ പരിചയപ്പെടുത്തിയത്? അലിനി ചേച്ചിയുടെ ബ്രദറാണെന്ന്. എന്നിട്ട് സ്റ്റാൻലി അത് വിശ്വസിച്ചോ? അലിനി ചേച്ചി പറയുമ്പം അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അവൾക്ക് വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടെന്നാണോ അവൾ സ്റ്റാൻലിയോട് പറഞ്ഞിരിക്കുന്നേ? ആയിരിക്കും. ബബിതയെയും അങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്? അവളുടെ അനുജത്തിയാണെന്ന്. അതെനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി എന്തായാലും അത് വിശ്വസിക്കില്ല. അതെന്താ വിശ്വസിച്ചാൽ? രോഹിത്തിന്റെ ചോദ്യം വൈജയന്തിയെ വെട്ടിലാക്കി. എന്തു മറുപടി പറയും? ബബിത അവളുടെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും സഹോദരങ്ങളെ പറ്റിയുമെല്ലാം സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ട്. വൈജയന്തി വെളിപ്പെടുത്തി. അക്കൂട്ടത്തിൽ അലിനി ചേച്ചി അവളുടെ ചേച്ചിയാണെന്ന് കൂടി പറഞ്ഞു കാണും. എന്നുവെച്ചാൽ അലീന തന്റെ മകളാണെന്ന് കൂടി സ്റ്റാൻലി ധരിച്ചു വെച്ചിട്ടുണ്ടെന്നോ? വൈജയന്തി നെറ്റി ചുളിച്ചു. രോഹിത് പെട്ടെന്ന് മുഖം തിരിച്ച് മനുശങ്കരനെ നോക്കി. അവൻ കണ്ണു ചിമ്മി. ഞാൻ അത്രയൊന്നും കടന്ന് ചിന്തിച്ചില്ലമ്മേ. രോഹിത് ഒഴിഞ്ഞു മാറി. അവളൊരു അനാഥയാണെന്നും നമ്മുടെ വേലക്കാരിയായിരുന്നെന്നും സ്റ്റാൻലിക്ക് അറിയില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ബബിത പറഞ്ഞു. പറയണമായിരുന്നു. നിങ്ങളുടെ കൂടപ്പിറപ്പാണ് അവളെന്ന് സ്റ്റാൻലി തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ നിങ്ങൾ തന്നെ മാറ്റണമായിരുന്നു. നമ്മുടെ കുടുംബത്തിന് തന്നെ എന്തൊരു കുറച്ചില്ല ഒരു വീട്ടുവേലക്കാരി നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്ന് പറയുന്നത്.
അവളെന്റെ മകളാണെന്ന് സ്റ്റാൻലി കരുതുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര നാണക്കേടാ. അമ്മേ, ആ വിഷയം വിട്, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം, രോഹിത് പറഞ്ഞു. നിങ്ങൾ തന്നെ ആ ധാരണ തിരുത്തണം. അവൾ എന്തിനാ സ്റ്റാൻലിയോട് അത്ര വലിയ നുണയൊക്കെ പറഞ്ഞത്? അവൾ സത്യസന്ധയാണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമോ? ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. തിരുത്തി പറഞ്ഞ അമ്മയ്ക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുവോ? കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മാർക്കറ്റ് വില കുത്തനെ കുതിച്ചു കയറുവോ? രോഹിത് ചോദിച്ചു. എന്തിനാ ആളുകളെ കൊണ്ട് തെറ്റായി വിശ്വസിപ്പിക്കുന്നേ? ആൾമാറാട്ടം നടത്തുന്നത് പോലുള്ള കുറ്റമല്ലേ അത്? ആന്റിയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കിട്ടണ ലക്ഷണമില്ല. ബബിതേ, ഇവര് തർക്കിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. നിനക്ക് പറ്റുമോ ഒരു ചായ ഉണ്ടാക്കി തരാൻ? മണിശങ്കർ ചോദിച്ചു. അരിണി ചേച്ചി ഉണ്ടാക്കി തരാൻ അത്രയും ടേസ്റ്റ് ഉണ്ടായെന്ന് വരില്ല. എന്നാലും ഐ ഷാ ട്രൈ മൈ ബെസ്റ്റ്. ബബിത ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നീങ്ങി. പിറകെ മണിശങ്കറും പോയി. അടുക്കളയുടെ വാതിൽ കടന്നതും അവൻ അവളെ പിടിച്ചു നിർത്തി. നീ ഇവിടാകെ കുളമാക്കിയിട്ടിരിക്കുവാണോ? എന്തൊക്കെയാ നീ ആന്റിയുടെ അടുത്ത് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നേ? കൃഷ്ണമോൾ ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ ഒന്നും ചോദിക്കാഞ്ഞത്. ഞാൻ അമ്മയുടെ അടുത്ത് ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അച്ഛനും ആങ്ങളമാരും കൂടി 10-25 വർഷം മുൻപ് ഒരു നുണ പറഞ്ഞ് അമ്മയുടെ തലയിലെഴുത്ത് മാറ്റിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയെ അവരെല്ലാം കൂടി പറ്റിച്ചത് അമ്മ അറിയണ്ടേ മനുവേട്ടാ? എടി, എന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെയാ നീ ഈ പറയണ പറ്റിപ്പുകാരെന്ന് ഓർക്കണ്ടേ നീ? എന്റെ അമ്മയാണ് ആ വൻചതിക്ക് ഇരയായതെന്ന് മനുവേട്ടനും ഓർക്കണ്ടേ? അന്ന് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നടന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അമ്മയ്ക്ക്. നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. 25 വർഷം മുൻപ് സ്റ്റാൻലി പപ്പ ആഗ്രയിൽ വെച്ച് ഒരു മലയാളി പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സ്റ്റാൻലി പപ്പയുടെ കുറ്റം കൊണ്ടല്ല അവർ തമ്മിൽ പിരിയേണ്ടി വന്നതെന്നും. മതിയല്ലോ, അത് ചോദിക്കാനായിരിക്കും ആന്റി ഇന്ന് കൊല്ലപ്പള്ളിക്ക് പോയത്. ചോദിക്കട്ടെ, സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെളിച്ചത്ത് വരട്ടെ. ബബിതേ, ഇതിന്റെ അന്തിമഫലം എന്താണെന്ന് അറിയുമോ നിനക്ക്? അറിയാം. അലിനി ചേച്ചി ആരാണെന്ന് അമ്മ തിരിച്ചറിയും. അതൊരു വശം. മറ്റൊരു ചീത്ത വശം കൂടിയുണ്ട്. ആന്റി കൊല്ലപ്പള്ളിക്കാരുമായി ഭയങ്കര ശത്രുതയിലാകും. അതൊന്നും സാരമില്ല മനുവേട്ടാ. അലിനി ചേച്ചിയില്ലേ നമ്മുടെ കൂടെ? അച്ഛൻ അവിടെ ഇപ്പൊ തന്നെ ആകെ പുലിവാല് പിടിച്ച മട്ടിൽ ഇരിക്കുകയാ. ഞങ്ങൾ വന്നു കയറിയ ഉടനെ പിടിച്ച് കൊല്ലപ്പള്ളി കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന് തുറന്നു പറഞ്ഞു. മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ആദ്യമേ തന്നെ ബോംബ് പൊട്ടിച്ചില്ലേ? ഞാനല്ല മനുവേട്ടാ, അങ്കിള് തന്നെയാ ഇതിനൊക്കെ കാരണക്കാരൻ. മര്യാദയ്ക്ക് കൊല്ലപ്പള്ളിയിലെങ്ങാനും ഇരുന്നാ മതിയായിരുന്നല്ലോ. അതിനിടയ്ക്ക് പുനലൂരും കുളത്തൂപ്പുഴയിലും പോയി ഇരന്നു വാങ്ങിയതല്ലേ പ്രശ്നങ്ങളെല്ലാം. ആരെങ്കിലും നിർബന്ധിച്ചായിരുന്നോ? വൈജയന്തി കിച്ചണിന്റെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. രോഹിത് വൈജയന്തിയുടെ പുറകെ നടന്ന് ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. ബബിത ഉടനെ ചായക്ക് വെള്ളമെടുക്കാനായി നീങ്ങി. നിങ്ങൾ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? വൈജയന്തി വന്ന് മനുവിനോട് ചോദിച്ചു. മറ്റന്നാൾ. എന്നാൽ മനുവിന് ഇന്നിവിടെ കൂടാമല്ലോ. കൂടാം, പക്ഷേ ആന്റിയുടെ കാർ 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് വിട്ടുതരണം. എന്തിന്? ഞങ്ങൾക്ക് ടൗണിലൊന്ന് കറങ്ങണം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ബബിതയും രോഹിത്തും. ഞാനും കൂടി വരാം. കൃഷ്ണമോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ മതിയല്ലോ. ആന്റി വരണ്ട. എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ മുഖത്ത് ഗൗരവം പടർന്നു. എന്ത് മനസ്സിലായി ഇന്ന്? ബാലേട്ടന്റെ അടുത്ത് പോണം നിങ്ങൾക്ക് അല്ലേ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ആന്റി. ചിലപ്പോ പോയെന്ന് വരും, മനു പറഞ്ഞു. എന്തിനാ മനു ഈ ഒളിവും മറവും? നേരെ അങ്ങ് പറഞ്ഞുകൂടെ? ഇതാണ് ആന്റിയുടെ കുഴപ്പം. എല്ലാ കാര്യങ്ങളും അറിയണം. പോലീസ് ബുദ്ധി അല്പം കൂടുതൽ ആന്റിക്ക്. എല്ലായിടത്തും ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അല്ലെങ്കിൽ കണ്ടാലും ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് ഭാവിച്ചേക്കണം. ആന്റിയുടെ മനസ്സിലും കാണില്ലേ ആരും എത്തി നോക്കാത്ത ഒരിത്തിരി ഇരുട്ട്, ഒരല്പ സ്വകാര്യത. വൈജയന്തി അതോടെ വിഷയം വിട്ടിട്ട് ചായ തെളിച്ചില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ബബിതയുടെ അടുത്തേക്ക് നീങ്ങി. രാത്രിയിലാണ് ഗംഗാധരന്റെ കോൾ വന്നത്. TV കാണുകയായിരുന്ന ശിവശങ്കരൻ ഉടൻ തന്നെ ഫോണുമായി തന്റെ മുറിയിൽ കയറി വാതിലടിച്ചു. ഗംഗേട്ടാ, ഞാനാണ്. നീ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്ന് മാലതി പറഞ്ഞു. വിളിച്ചു. എന്താണ് പുതിയ പ്രശ്നം? ഇന്ന് ജയന്തി ഇവിടെ വന്ന് എന്നോട് ചോദിക്കുക, 25 വർഷം മുൻപ് അവളെ കാണിച്ച സ്റ്റാൻലിയുടെ വെഡ്ഡിംഗ് കാർഡ് സത്യമായിരുന്നോ കള്ളമായിരുന്നോന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കങ്ങനൊരു സംഭവം ഓർമ്മയില്ലെന്ന്. അത് നന്നായി. പക്ഷേ അവളത് വിശ്വസിച്ചിട്ടില്ല ഗംഗേട്ടാ. ഇപ്പം അവൾ എവിടുന്ന ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്? ആർക്കറിയാം. ചിലപ്പോ ബബിത പറഞ്ഞു കാണും അവളോട് സ്റ്റാൻലിയുടെ വിവാഹം നടന്നത് ഇത്രാമത്തെ വർഷത്തിലാണെന്നൊക്കെ. അവൾ അവിടുന്ന് സ്റ്റാൻലിയുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടായിരിക്കും തിരിച്ചു വന്നത്. എന്തായാലും ആ വിഷയം തീർന്നില്ലേ? ഇല്ല ഗംഗേട്ടാ, അവൾ ഇനി ഗംഗേട്ടനെ വിളിച്ചു വരുത്താൻ വേണ്ടി ഇരിക്കുക. ഗംഗേട്ടന് സത്യം പറയുന്നില്ലെങ്കിൽ അവൾ സ്റ്റാൻലിയോട് സംസാരിക്കുമത്രേ. അവളെന്തിനാ ശിവ ഇനി അതൊക്കെ അന്വേഷിക്കുന്നേ? ഗംഗേട്ടനൊരു കാര്യം ചെയ്, ഇവിടം വരെ ഒന്ന് വാ. ഇവിടെ ആകെ പ്രശ്നമാ. എന്നെക്കൊണ്ട്
ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഉറങ്ങിയ ദിവസം മറന്നു. അത്രയ്ക്ക് ടെൻഷനാ ഗംഗേട്ടാ. നീ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? ഗംഗേട്ടൻ അറിയാഞ്ഞിട്ടാ. ബോംബ് വച്ചിരിക്കുന്ന വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പോലെയാ എന്റെ അവസ്ഥ. അലീന ജയന്തിയുടെ മകളാണെന്ന് ബബിതയ്ക്ക് മാത്രമല്ല അറിയാവുന്നത്. ഇവിടുത്തെ മനുവിനറിയാം, രോഹിത്തിനറിയാം. ഏ, അവരെങ്ങനെ അറിഞ്ഞു? ബബിത പറഞ്ഞോ? ബബിതയേക്കാൾ മുൻപേ അവരറിഞ്ഞിരിക്കുന്നു. മനു അറിഞ്ഞിട്ടിപ്പോൾ 1 വർഷത്തോളമായി. രോഹിത്തും മാസങ്ങൾക്ക് മുൻപേ അറിഞ്ഞു. നിനക്ക് മനുവിനെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ എങ്ങനെ അറിഞ്ഞെന്ന്? അത് ചോദിച്ചിട്ട് എന്താ കാര്യം? അവർക്കെല്ലാം ഭയങ്കര അമർഷം നമ്മളോട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് മനു ഇപ്പോൾ ജയന്തിയുടെ വീട്ടില. അവനിന്ന് വരുന്നില്ലത്രേ. മൂന്നാളും കൂടി ആലോചിക്കാനായിരിക്കും. ജയന്തിയുടെ ചെവിയിലെങ്ങാനും വല്ലതും പെട്ടുപോയാലോ? അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഗംഗാട്ടൻ ഇവിടം വരെ വന്നേ പറ്റൂ. മറുവശത്ത് ആശങ്കാജനകമായ നിശബ്ദത. ശിവശങ്കരൻ അല്പം കാത്തു. ഗംഗേട്ടൻ എന്താ മിണ്ടാത്തത്? ഞാൻ ജയന്തിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചാ മതിയോ? അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഗംഗേട്ടാ. അവളോട് മാത്രം സംസാരിച്ചാ പോരാ. ഗംഗാട്ടൻ വന്ന് സ്റ്റാൻലിയെ കാണണം. സ്റ്റാൻലിയുടെ സുപ്പീരിയർ ഓഫീസർ ആയിരുന്നില്ലേ ഗംഗേട്ടൻ? അന്ന് ഗംഗാട്ടൻ കാണിച്ച സ്നേഹവും കൊടുത്ത സ്വാതന്ത്ര്യവുമാണല്ലോ സംഗതി ഇത്രടം വരെ എത്തിച്ചത്. ഗംഗേട്ടൻ അലീനയെ കാണണം. ബാലചന്ദ്രനുമായും സംസാരിക്കണം. പിന്നെ ബബിതയും രോഹിത്തിനെയും മനുവിനെയും ഒന്നിച്ചുകൂട്ടി അവരുമായിട്ടും ചർച്ച നടത്തണം. ശരി, ഞാൻ വരാം. എന്ന് വരും? ഉടനെ വേണം. ദിവസം ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഗംഗാട്ടൻ ബബിതയെ ഒന്ന് വിളിക്കണം. അവളോട് പറയണം ഗംഗാട്ടൻ വന്ന് സംസാരിക്കുന്നത് വരെ ജയന്തിയോട് ഒന്നും വിട്ടു പറയരുതെന്ന്. അത് നീ പറഞ്ഞാ മതി ശിവ. കുട്ടികളുമായിട്ടുള്ള ഡീലിങ്സ് എനിക്കത്ര ഈസിയല്ല. ഞാൻ പറയാൻ ചെന്നാൽ അവൾ ഇങ്ങോട്ട് കഥയെല്ലാം പറഞ്ഞു തരാമെന്ന മട്ടില നിൽപ്പ്. ഗംഗാട്ടനോടാവുമ്പം കുറച്ചുകൂടി റെസ്പെക്റ്റ് ഉണ്ടാവുമല്ലോ. ഏതായാലും നീ അവളുടെ മൊബൈൽ നമ്പർ തന്നേക്ക്. ശിവശങ്കരൻ അപ്പോൾ തന്നെ ബബിതയുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. കുട്ടികൾ 4 പേരും പാട്ടും കളിതമാശകളും ചിരിയും ചർച്ചകളുമൊക്കെയായി ടെറസിലാണ്. അത്താഴത്തിന് മുൻപ് വരെ വൈജയന്തിയും അവരോടൊപ്പം കുറെ സമയം ചെലവഴിച്ചു. അത്താഴത്തിന് ശേഷവും കുട്ടികൾ ടെറസിലേക്ക് പോയപ്പോൾ വൈജയന്തി മുറിയിൽ തന്നെ ഇരുന്നു. തന്റെ ചെറുപ്പകാലവും ഇങ്ങനെയായിരുന്നുവെന്ന് വൈജയന്തി ഓർത്തു. അവധിക്കാലത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ അതിഥികൾ വരും. തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് കളിയും ചിരിയും വാതോരാത്ത വർത്തമാനവും. എന്തൊരു ഭംഗിയുള്ള നിലാവായിരുന്നു അന്ന്. എത്രയായിരം നക്ഷത്രങ്ങൾ. പൂക്കൾക്കെല്ലാം എന്തുമാത്രം മനോഹാരിതയും സൗരഭ്യവും. കറുകനാമ്പുകളിലെ മഞ്ഞുതുള്ളികൾക്ക് എന്തൊരു തണുപ്പ്. എന്തെന്ത് കൂട്ടുകാരികൾ. അവരൊക്കെ ഇന്ന് എവിടെയാണ്? കാലത്തിന്റെ നദിക്കക്കരെ അവരെല്ലാം തന്നെ നോക്കി വിഷാദമൂകരായി നിൽക്കുന്നുണ്ടെന്ന് വൈജയന്തി വേദനയോടെ സങ്കല്പിച്ചു. അവരെ ഓരോരുത്തരെയും അവൾ കണ്ടു. അവളുടെ കൺപീലികൾ നനഞ്ഞു. കോണിച്ചുവട്ടിലേക്ക് ചെന്ന് കുട്ടികളെ വിളിച്ച് ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. ബബിത കിടക്കാൻ എത്തിയപ്പോൾ 11:30 മണി കഴിഞ്ഞു. കൃഷ്ണമോളെ കൂടി വിളിച്ചൂടായിരുന്നോ ഈ മുറിയിലേക്ക്? മനുവും രോഹിത്തും എവിടെ കിടക്കും? അവർക്ക് ഹാളിൽ വിരിച്ചു കൊടുത്തു. രോഹിയേട്ടൻ സോഫയിലും മനുവേട്ടൻ ഡിവോണിലും. അത് മതിയോ? ഓ, വലിയ രാജകുമാരന്മാരൊന്നുമല്ലല്ലോ ചപ്രമഞ്ചത്തിൽ കിടക്കാൻ. എന്തായിരുന്നു ഇത്ര വലിയ ബഹളം? ബാംഗ്ലൂരിലെ ചരിത്രം പറയായിരുന്നു മനുവേട്ടൻ. പിന്നെ രോഹിയേട്ടന് പറ്റിയ ഓരോ ബ്ലണ്ടറും, ബബിത പറഞ്ഞു. വൈജയന്തി കിടന്നു. അവളുടെ വയറിനു മീതെ കൈ ചുറ്റി ബബിതയും. അലിന ചേച്ചിയും കൂടെ വേണമായിരുന്നു. നല്ല രസായിരുന്നേനെ. ഓ പിന്നെ, അതേയുള്ളൂ ഇനിയൊരു കുറവ്, വൈജയന്തി പറഞ്ഞു. അമ്മയ്ക്കൊരു കാര്യം അറിയണോ? എന്താ? മനുവേട്ടനും അലിന ചേച്ചിയും തമ്മിൽ പ്രണയത്തില. ഓടി, മനു അത്രയ്ക്കൊന്നും തരം താഴ്ത്തില്ല. സത്യമാ അമ്മേ? നീ ചോദിച്ചോ മനുവിന്റെ അടുത്ത്? ഇതൊക്കെ ചോദിക്കണോ? നമുക്കെന്തിനാ കണ്ണും ചെവിയും? അത്രയ്ക്ക് തൻ്റെ ഇടമായോ അവൾക്ക്? ആദ്യമൊന്നും അലിന ചേച്ചി പിടികൊടുത്തില്ല. പക്ഷേ മനുവേട്ടൻ ഒറ്റപ്പിടുത്തം പിടിച്ചു. ഇപ്പം എല്ലാവരും സമ്മതിച്ചാൽ കല്യാണം നടത്താമെന്ന് വരെ ആയിട്ടുണ്ട്. ആര് സമ്മതിക്കും അവർ തമ്മിലുള്ള കല്യാണത്തിന്? ശിവേട്ടനെങ്ങാൻ അറിയണം. അവളെ സ്റ്റാൻലിയുടെ അടുത്ത് നിന്ന് കൂടി ഓടിക്കും. മനുവിനും കിട്ടും ശരിക്ക്. ഒന്നാമതേ അവളൊരു അനാഥാലയത്തിൽ നിന്ന് വന്നവൾ, പോരെങ്കിൽ ക്രിസ്ത്യാനിയും. പ്രേമത്തിന് ജാതി മതം ഉണ്ടോ അമ്മേ? ബബിതയുടെ ചോദ്യം വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു. അതിന് തടസ്സങ്ങളെ പേടിയുണ്ടോ? ആ ചോദ്യത്തിനും ഉത്തരമില്ല. ഞാൻ സ്റ്റാൻലി പപ്പയുടെ കഥ പറയുമായിരുന്നു മനുവേട്ടനോടും രോഹിയേട്ടനോടും. സ്റ്റാൻലി പപ്പ പണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ച കഥ. വൈജയന്തിയുടെ ഉള്ളം വിറകൊണ്ടു. നീ എന്തിനാ അതൊക്കെ എല്ലാവരോടും വിസ്തരിക്കാൻ നടക്കണേ? വേറെ പണിയൊന്നുമില്ലേ? കുളുത്തപ്പുയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോ അതും പറഞ്ഞുപോയി. അവരെന്തു പറഞ്ഞു കഥ കേട്ടിട്ട്? മനുവേട്ടൻ ചോദിക്കുക, സ്റ്റാൻലി പപ്പ സ്നേഹിച്ച പെണ്ണ് അന്ന് പ്രസവിച്ചു കാണുമല്ലോ, ആ കുട്ടി എവിടെയെന്ന്. വൈജയന്തിയുടെ ഉടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി.
അവൾ ശ്വാസം അടക്കി കിടന്നു. മനുവേട്ടൻ പറഞ്ഞത് ആ പെണ്ണ് പ്രസവിച്ച് അധികം വൈകാതെ അതിനെ ഉപേക്ഷിച്ചു കാണുമെന്ന. അങ്ങനെയൊന്നും ഒരമ്മയും ചെയ്യില്ല, വൈജയന്തി പറഞ്ഞു. അങ്ങനെ എവിടെയെല്ലാം നടക്കുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പ്രസവിച്ച അമ്മ സ്വന്തം കുഞ്ഞിനെ കുപ്പത്തൊട്ടിലെറിഞ്ഞു കളഞ്ഞു എന്നൊക്കെ. അവരൊന്നും നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളായിരിക്കില്ല, വൈജ പറഞ്ഞു. നിവൃത്തിയില്ലാതെ വന്ന എന്തു ചെയ്യും അമ്മേ? ആ പെണ്ണിന് സ്വന്തം കുഞ്ഞിനെ വെച്ചോണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കല്യാണം കഴിച്ചു, എന്താ അതിനർത്ഥം? കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നല്ലേ? ഒരുപക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയി കാണും. പ്രസവത്തിൽ കുട്ടികൾ മരിക്കാറുണ്ടല്ലോ, വൈജയന്തി പറഞ്ഞു. എന്നാൽ രോഹിയേട്ടന്റെ അഭിപ്രായം ആ പെണ്ണിന്റെ വീട്ടുകാർ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരിക്കുമെന്ന. അല്ലെങ്കിൽ പിന്നെ അത് വലിയ ഭീഷണിയായിട്ട് വരില്ലേ? വൈജയന്തി നടുങ്ങി. ഇല്ല, അങ്ങനൊന്നും ആരും ചെയ്യില്ല, അവൾ വേവലാതിയോട് പറഞ്ഞു. ആർക്കറിയാം, അന്നത്തെ കാലത്ത് തറവാടിന്റെ അന്തസ്സല്ലേ എല്ലാവർക്കും വലുത്. ആ പെണ്ണിനെ സ്റ്റാൻലി പപ്പയിൽ നിന്നും അകറ്റാൻ വേണ്ടി അവരുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലാതെ വേറെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു ചോരക്കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ പ്രയാസം? വൈജയന്തിയുടെ നെഞ്ചിൽ ഇടി മുഴങ്ങിക്കൊണ്ടിരുന്നു. മനുവേട്ടൻ പറയണത് സ്റ്റാൻലി പപ്പ അതേപ്പറ്റി അന്വേഷിക്കണമായിരുന്നെന്ന. ഒരുപക്ഷെ ആ പെണ്ണിന്റെ വീട്ടുകാര് കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ കൊടുത്തതാണെങ്കിലോ? ബബിത തന്റെ അവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും പ്രയോഗിച്ചു. വൈജയന്തി പാരവശ്യത്തോടെ എഴുന്നേറ്റു. അമ്മ എങ്ങോട്ടാ എണീറ്റ് പോണേ? ബബിത ചോദിച്ചു. എന്തിനാണ് എണീറ്റത്? വൈജയന്തിക്കും അറിയില്ല. അവൾ മേശപ്പുറത്തിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്തു. അതിന്റെ അടിയിൽ കുറച്ചേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. നീ വെള്ളമെടുത്ത് വച്ചില്ലായിരുന്നോ? അത് നിറച്ചുമുണ്ടായിരുന്നല്ലോ. അമ്മ കുടിച്ചു തീർത്തതാ. വൈജയന്തി ഒഴിഞ്ഞ ബോട്ടിലുമായി കിച്ചണിലേക്ക് നീങ്ങി. അമ്മേ, ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട. വൈജയന്തി വാതി തുറന്ന് ഊണുമുറിയിലേക്ക് ഇറങ്ങി. അവിടെ ഊണുമേശയിൽ ജഗ്ഗിനുള്ളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു. അവൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ജഗ്ഗിൽ നിന്നും വെള്ളം പകർന്നു. അവൾ ഊണുമേശക്കരികെ തന്നെ നിന്നു. നെഞ്ചിലൊരു കൊടുങ്കാറ്റടിക്കുന്നുണ്ടെന്ന് തോന്നി. ബബിത വെറുതെ പറഞ്ഞതാണോ? അതോ അവൾ അറിയാതെയാണെങ്കിലും ഒരു സത്യത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടുകയായിരുന്നോ? തന്നെയും സ്റ്റാൻലിയും തമ്മിൽ വേർപെടുത്താൻ വേണ്ടി അച്ഛനും ഏട്ടന്മാരും ഒരു വ്യാജ വെഡിങ് കാർഡ് അച്ചടിക്കാമെങ്കിൽ അതിനപ്പുറവും അവർ ചിലതൊക്കെ ചെയ്യാൻ സാധ്യതയില്ലേ? തിരുവനന്തപുരത്ത് നല്ല ഹോസ്പിറ്റലുകൾ ഇല്ലാഞ്ഞിട്ടാണോ തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് കൊണ്ടുപോയത്? സിസേറിയൻ നടത്താൻ തക്കവിധം അത്രമേൽ സങ്കീർണമായ പ്രസവമായിരുന്നോ തന്റേത്? സംശയദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ അന്നത്തെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് പിന്നിൽ ഒരു നിഗൂഢതയുടെ നിഴൽ ഉണ്ടായിരുന്നതുപോലെ. അമ്മേ, ബബിതയുടെ വിളിയൊച്ച കേട്ട് വൈജയന്തി ഞെട്ടി. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? ജഗ്ഗിൽ വെള്ളമില്ലേ? എടുത്തു. വൈജയന്തി ധൃതിയിൽ ബോട്ടിലും എടുത്ത് തന്റെ ബെഡ്റൂമിലേക്ക് പോയി. ബബിതയാണ് ഊണുമുറിയിലെ ലൈറ്റണച്ചതും വാതിലടച്ചതും. അവൾ ചെല്ലുമ്പോഴേക്കും വൈജയന്തി കിടന്നു കഴിഞ്ഞു. ബബിത കട്ടിലിൽ ചെന്നിരുന്നു. വൈജയന്തിയെ നോക്കി. അമ്മയ്ക്ക് ഈയിടെ എന്താ വല്ലാത്ത ടെൻഷൻ? ഞാൻ കൂടെ കൂടെ അലിനി ചേച്ചിയുടെ കാര്യം പറയുന്നത് കൊണ്ടാണോ? അവളെക്കുറിച്ച് പറയുമ്പം എനിക്കെന്തിനാ ടെൻഷൻ? അവളെന്റെ ആരാ? പിന്നെന്താ അമ്മയ്ക്കൊരു മനസ്സമാധാനമില്ലാത്തതുപോലെ? നിനക്ക് തോന്നുന്നതായിരിക്കും. നമുക്കൊരു ദിവസം കുളത്തൂപ്പഴിക്ക് പോകാം അമ്മേ, അലിനി ചേച്ചിയുടെ അടുത്ത്. എന്തിന്? വെറുതെ. കാണാനൊക്കെ നല്ല സ്ഥലമാ. അവിടെ ഒരു ഡാമുണ്ട്, കാടുമുണ്ട്. വൈജയന്തി ശിരസ് തെല്ലുയർത്തി. നിനക്ക് ഉറക്കം വരുന്നില്ലേ? അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നേ? ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. എവിടെ പോകാൻ? അലിനി ചേച്ചിയുടെ അടുത്ത്. ഞങ്ങളെന്ന് വെച്ചാ ഞാനും മനുവേട്ടനും രോഹിയേട്ടനും കൃഷ്ണമോളും. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആരുടെയും അനുവാദമൊന്നും വേണ്ടേ? അമ്മ സമ്മതിക്കണം. എന്റെ തലയ്ക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടിട്ട് പറ സമ്മതിക്കണമെന്ന്. ബബിത അത് കേട്ട് കുലുങ്ങി ചിരിച്ചു. ഈ അമ്മയ്ക്ക് ചിലപ്പോ നല്ല ഹ്യൂമർ സെൻസാ. വൈജയന്തി മിണ്ടിയില്ല. കൃഷ്ണമോൾക്ക് വലിയ ആഗ്രഹം അലിനി ചേച്ചിയെ കാണാനും സ്റ്റാൻലി പപ്പയെ കാണാനും. ഞാൻ ഓരോ കഥ പറഞ്ഞത് കേട്ട് അവിടെ മനസ്സിൽ ഈ സ്റ്റാൻലി പപ്പ എന്ന് പറഞ്ഞ വലിയ സങ്കല്പമാ. ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. സ്റ്റാൻലി പപ്പ അവളെയും കണ്ടിട്ടില്ലല്ലോ. പോയതും വന്നതുമൊക്കെ ധാരാളം മതി, ഇനി വേണ്ട. കൃഷ്ണമോള് പറഞ്ഞ ഒരു തമാശ കേൾക്കണം അമ്മയ്ക്ക്. എന്താ? അമ്മയ്ക്ക് ഫീൽ ചെയ്യരുത്. അവള് ചുമ്മാ നാക്കിനില്ലാതെ തട്ടിവിട്ടതാ. പറഞ്ഞോ. സ്റ്റാൻലി പപ്പയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവള് ചോദിക്ക, ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി പപ്പ സ്നേഹിച്ച മലയാളി പെണ്ണ് അമ്മയോ മറ്റോ ആണോന്ന്. നെഞ്ചിലേക്ക് ഒരു ഇടിവാൾ തറഞ്ഞിറങ്ങിയതുപോലെ തോന്നി വൈജയന്തിക്ക്. രോഹിയേട്ടൻ ഒറ്റ അടിവെച്ചു കൊടുത്തു അവൾക്കിട്ട്. കന്നത്തരം പറയുന്നൊന്നും ചോദിച്ച്. അപ്പോ അവള് പറയാ, അമ്മയും കുറെ കാലം ആഗ്രയിൽ ഉണ്ടായിരുന്നല്ലോന്ന്. കൊച്ചു പെണ്ണാണെങ്കിലും വളഞ്ഞ ബുദ്ധിയാ.
വായിന്നു വരുന്ന വർത്തമാനമോ? വൈജയന്തിക്ക് മിണ്ടാട്ടമില്ല. ബബിത അവൾക്കരികെ ചേർന്ന് കിടന്നു. അമ്മ ശ്വാസം എടുക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ആരും കാണാത്ത ഇരുട്ടിൽ ഒളിച്ചതുപോലെ അനങ്ങാതെ കിടക്കുകയാണ്. അതൊക്കെ പോട്ടെ, ബബിത പറഞ്ഞു. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു അമ്മേ. വൈജയന്തിക്ക് പേടിയായി. ബബിതയുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനെയും അവൾ പേടിച്ചു. ഞങ്ങൾ സ്റ്റാൻലി പപ്പയ്ക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ പോവുകയാ. അതായത് കഴിഞ്ഞ 25 വർഷമായി സ്റ്റാൻലി പപ്പ തുടർന്നു വരുന്ന നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് ഉടൻ തന്നെ ഒരന്വേഷണം നടത്തണമെന്ന്. ബബിത രാഷ്ട്രീയക്കാരുടെ ഭാഷയെ അനുകരിച്ചു പറഞ്ഞു. എന്തന്വേഷണം? ഉൾക്കിടിലത്തോടെ വൈജയന്തി ചോദിച്ചു. അവളുടെ ഒച്ച അടഞ്ഞിരുന്നു. 25 വർഷം മുൻപ് ആഗ്രയിലെ വാടക വീട്ടിൽ നിന്ന് സഹോദരന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയ ആ മലയാളി പെണ്ണിന് എന്താണ് സംഭവിച്ചത്? പൂർണ്ണ ഗർഭിണിയായിരുന്ന അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കാണുമല്ലോ. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? അതൊക്കെ അറിഞ്ഞിട്ട് എന്തു ചെയ്യാനാ? സത്യം അറിയണ്ടേ അമ്മേ? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? വെറുതെ എന്തിനാ സ്റ്റാൻലിയെ ബുദ്ധിമുട്ടിക്കുന്നേ? സ്റ്റാൻലിക്ക് അതിൽ യാതൊരു താല്പര്യവും കാണില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ടേ അന്വേഷിക്കാമായിരുന്നല്ലോ. പണ്ടന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് ഇപ്പോഴന്വേഷിച്ചാൽ കിട്ടാതിരിക്കണമെന്നുമില്ല. നിങ്ങൾ എന്തിനാ വേണ്ടാത്ത കാര്യത്തിലൊക്കെ പോയി തലയിടുന്നത്? വേണ്ടാത്ത കാര്യമോ? ഞങ്ങൾക്കിതൊരു ത്രില്ല. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെല്ലാം സംഭവിച്ചിരിക്കാം. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലോ? അതൊരു വലിയ അത്ഭുതമല്ലേ? അതൊക്കെ വലിയ പ്രശ്നമാകും ബബിതേ. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. സ്റ്റാൻലിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്ന് സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും അറിയില്ലേ? അവർക്കത് വലിയ കുറച്ചിലായിരിക്കും. മക്കൾക്ക് സ്റ്റാൻലിയോടുള്ള റെസ്പെക്റ്റ് പോകും. സ്റ്റാൻലിയും ഭാര്യയും തമ്മിൽ ഒരു പുതിയ കലഹം ഉണ്ടാകാനും മതി. വൈജയന്തി ബബിതയെ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മേ, എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ. എൽസമ്മ ആന്റിക്കും മക്കൾക്കും അറിയാം സ്റ്റാൻലി പപ്പയ്ക്ക് ആഗ്രയിൽ വെച്ച് അങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നെന്ന്. വൈജയന്തി നടുങ്ങി. അവരെങ്ങനെ അറിഞ്ഞു? സ്റ്റാൻലി പപ്പയോ പപ്പയുടെ വീട്ടുകാരോ പറഞ്ഞ് അറിഞ്ഞതായിരിക്കും. ഏത് സ്ത്രീയായിരുന്നെന്ന് അവർക്കറിയാമോ? അതറിയില്ല. സ്റ്റാൻലി പപ്പ ആരോടും അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ വേറൊരു ബുദ്ധി ആലോചിച്ച് വച്ചിട്ടുണ്ട്. അതായത് സ്റ്റാൻലി പപ്പയുടെ വീട്ടുകാരെ അടുത്തുനിന്ന് സൂത്രത്തിൽ രഹസ്യം ചോർത്തുക. സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചനൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരുപക്ഷെ അവർക്കറിയാമായിരിക്കും. ബബിതേ, നീ ഇതിലൊന്നും ഇടപെടണ്ട, മനസ്സിലായോ? വൈജയന്തി കർശനമായി പറഞ്ഞു. ഞാൻ ഇടപെടുന്നില്ല. ഒക്കെ അലിനി ചേച്ചി ചെയ്തോളും. ഞാനും മനുവേട്ടനും രോഹിയേട്ടനും കൂടി ബുദ്ധി പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ. അന്ന് എന്തോ വലിയ നാടകം നടന്നിട്ടുണ്ട്. ഒന്നുകിൽ ആ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സു മാറ്റിയിരിക്കും അതിന്റെ റിലേറ്റീവ്സ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ പ്രയോഗിച്ച് അവളെ സ്റ്റാൻലി പപ്പയിൽ നിന്ന് അകറ്റിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ശരി, ഒരു കുഞ്ഞു ബാക്കി വരുമല്ലോ. അതിനെ എന്തു ചെയ്തു? ഉപേക്ഷിച്ചോ? കൊന്നോ? വിറ്റോ? ഇതാണ് ഞങ്ങളുടെ സബ്ജക്റ്റ്. കൂടുതൽ തർക്കിച്ചാൽ ബബിതയ്ക്ക് സംശയമായെങ്കിലോ എന്ന് കരുതി വൈജയന്തി മൗനം അവലംബിച്ചു. അങ്ങനെയൊരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നും സ്വന്തം മകളായി അംഗീകരിക്കാനും സ്വീകരിക്കാനും സ്റ്റാൻലി പപ്പിക്ക് ഒരു മടിയുമില്ല. വീണ്ടും വൈജയന്തി കിടിലം കൊണ്ടു. മകളോ? മകളാണെന്ന് എങ്ങനെ അറിയാം? അതോ, സ്റ്റാൻലി പപ്പിക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു അതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന്. വൈജയന്തി വീർപ്പടക്കി. സത്യത്തിന്റെ വെള്ളി വെളിച്ചമേറ്റ് കണ്ണഞ്ചുന്നു. അങ്ങനെ സ്വീകരിക്കാന്ന് പറഞ്ഞ അതിനൊരു വലിയ മനസ്സ് വേണ്ടേ അമ്മേ? ആർക്ക് കഴിയും? സ്റ്റാൻലി പപ്പയുടെ സ്ഥാനത്ത് അമ്മയാണെങ്കിലോ? ഒന്ന് സങ്കല്പിച്ചു നോക്ക്. വിവാഹത്തിന് മുൻപ് അങ്ങനൊരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മയുടെ ബന്ധുക്കളെല്ലാം കൂടി ആ കുട്ടി മരിച്ചുപോയെന്ന് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചു. ആ കുട്ടി ഇപ്പോൾ ജീവനോടെ തിരിച്ചു വരികയാണ്. അമ്മ എന്തു ചെയ്യും? അവൾ അമ്മയുടെ മകളിലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമോ? അതോ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമോ? വൈജയന്തിക്ക് ശ്വാസമില്ല, ശബ്ദമില്ല, ഹൃദയമിടിപ്പില്ല, ഞരമ്പുകളിലൂടെ രക്തം ഒഴുകുന്നില്ല. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഉറഞ്ഞു കട്ടിയായിരിക്കുന്നു. താൻ സഞ്ചരിച്ച ഭൂതകാലത്തിന്റെ വഴിത്താരകളിലൂടെ നടന്ന് അവിടെ വീണ് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ പൊട്ടും പൊടിയും പെറുക്കിയെടുത്ത് തന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് അവൾ. അമ്മയുടേതാണോ ഈ കാൽപ്പാടുകൾ? അമ്മ ഉപേക്ഷിച്ചതാണോ ഈ പുറന്തോടുകൾ, ഈ മുഖംമൂടികൾ? അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല അല്ലേ? ശരിയാണ്, സ്ത്രീകൾക്ക് പറ്റില്ല. അവരുടെ കയ്യിലും കാലിലും കഴുത്തിലും ഒരുപാട് ചങ്ങലകളുണ്ട്. ബബിത പാതി ആത്മകഥമെന്ന പോലെ പറഞ്ഞു. വൈജയന്തിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ബബിത അമ്മയുടെ മേൽ ഒരു കൈ ചുറ്റി ചേർന്ന് കിടന്നു. ബബിത ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ ചീറുന്ന കൊടുങ്കാറ്റിനെ അടക്കാൻ കഴിയാതെ
വൈജയന്തി എഴുന്നേറ്റു. പാരവശ്യം അടങ്ങുന്നില്ല. കുപ്പിയുടെ അടപ്പ് തുറന്ന് കുറെ വെള്ളം കുടിച്ചു. ബബിത സൂചിപ്പിച്ചതുപോലെ 24 വർഷം മുൻപ് വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുമോ? സ്റ്റാൻലിയുടെ വെഡ്ഡിംഗ് കാർഡ് വ്യാജമായിരുന്നെങ്കിൽ അതിനോടനുബന്ധിച്ച് വളരെയധികം കപട നാടകങ്ങൾ അരങ്ങേറിയിരിക്കാൻ സാധ്യതയുണ്ട്. വൈജയന്തി കുപ്പി മേശപ്പുറത്ത് വെച്ച് ചിന്താധീനയായി കട്ടിലിന് ചുറ്റും പതിയെ നടന്നു. സ്റ്റാൻലിയെ കാണുവാനും സംസാരിക്കുവാനും വേണ്ടി പുനലൂർക്ക് പോയത് അച്ഛനും രാവുണ്ണി അമ്മാവനും ഗംഗേട്ടനും ശിവേട്ടനും കൂടിയാണെന്ന് അവൾ ഓർത്തു. സ്റ്റാൻലി അല്ലാതെ തന്റെ ജീവിതത്തിൽ മറ്റൊരു ഭർത്താവ് ഉണ്ടാകില്ലെന്ന് താൻ അവരോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കതാണ് ഇഷ്ടമെങ്കിൽ സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി ആലോചിച്ച് നമുക്ക് കല്യാണം നടത്താമെന്ന് അച്ഛൻ സമ്മതിച്ചപ്പോൾ പോലും ഒരു സംശയവും തോന്നിയില്ല. അതിശക്തമായ എതിർപ്പിന് ശേഷം തന്റെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ അച്ഛൻ കീഴടങ്ങിയപ്പോൾ താൻ അതിനെ സംശയത്തോടെ കാണേണ്ടതല്ലായിരുന്നോ? സ്റ്റാൻലിയെ കാണാൻ താനും കൂടി പുനലൂർക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും രാവുണ്ണി അമ്മാവനും ഒട്ടും സമ്മതിച്ചില്ല. നിനക്കിപ്പോൾ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് രാവുണ്ണി അമ്മാവൻ പറഞ്ഞത്. അത് ശരിയുമായിരുന്നു. വിവാഹം നടത്തിത്തരാമെന്ന് അച്ഛൻ സമ്മതിച്ചതോടെ താൻ എല്ലാവരെയും അങ്ങ് വിശ്വസിച്ചു. സ്റ്റാൻലി ആ സമയത്ത് ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നുവെന്ന് ബബിത പറഞ്ഞത് സത്യമാണെങ്കിൽ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് തീർച്ച. സ്റ്റാൻലി മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നറിഞ്ഞാൽ തനിക്കതൊരു ഷോക്കാകുമെന്ന് കരുതി കള്ളം പറഞ്ഞതാകാൻ സാധ്യതയില്ലേ? വൈജയന്തി ചിന്തിച്ചു നോക്കി. പക്ഷേ അതിനേക്കാൾ കടുത്ത ആഘാതമായിരുന്നു സ്റ്റാൻലിയുടെ വിവാഹം തീരുമാനിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു ഗൂഢാലോചന നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിവാഹിതയായ മകൾ പ്രസവിച്ച കുഞ്ഞ് അവളുടെ ജീവിതത്തിൽ വലിയൊരു ഭവിഷ്യത്തായിരിക്കുമെന്ന് തന്റെ അച്ഛൻ തീർച്ചയായും ചിന്തിച്ചിരിക്കാം. രാവുണ്ണി അമ്മാവനും ഗംഗേട്ടനും ശിവേട്ടനും അച്ഛനു വേണ്ട പിന്തുണ നൽകിയിരിക്കാം. മകളുടെ ഭാവി ജീവിതത്തിന് തടസ്സമായി വന്നേക്കാവുന്ന, കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും തകർത്തേക്കാവുന്ന, ലോകത്തിനു മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി വളർന്നേക്കാവുന്ന ഒരു കുഞ്ഞിനെ എന്തു ചെയ്യാനായിരിക്കും തന്റെ അച്ഛനും ആങ്ങളമാരും തീരുമാനിച്ചിരിക്കുക? ബബിത സൂചിപ്പിച്ച കാര്യങ്ങൾ വൈജയന്തിയെ കിടിലം കൊള്ളിച്ചു. കൊല്ലുക, ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വിൽക്കുക. ഒരു ചോരക്കുഞ്ഞിനെ കൊന്നുകളയാനും മാത്രം പൈശാചികത്വം ഹൃദയത്തിലുള്ളവരായിരുന്നോ അച്ഛനും രാവുണ്ണി അമ്മാവനും തന്റെ കൂടപ്പിറപ്പുകളും? ഉപേക്ഷിക്കുകയാണ് ചെയ്തതെങ്കിൽ എവിടെ? നദിക്കരയിലോ, തെരുവോരത്തോ, കടത്തിണ്ണയിലോ? വിൽക്കുകയാണ് ചെയ്തതെങ്കിൽ ആരാണ് അവളെ വാങ്ങിയത്? അവൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമോ? അവൾ തിരിച്ചു വന്നാൽ തനിക്ക് 2 കൈ നീട്ടി അവളെ സ്വീകരിക്കാനാവുമോ? ഈശ്വര! വൈജയന്തി പകച്ചുപോയി. അവൾ കിതപ്പോടെ ഭിത്തിയിലേക്ക് ചാരി. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടികൾ അവരുടെ ഭാവനയ്ക്കൊപ്പിച്ച് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. താൻ അത് കേട്ട് വിരളി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. താൻ പ്രസവിച്ച കുഞ്ഞ് പ്രസവത്തോടെ തന്നെ മരിച്ചുപോയി. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വൈജയന്തി വീണ്ടും കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളം കുടിച്ചു. തിരികെ കിടക്കയിൽ വന്ന് കിടന്നു. ഉറക്കം വരാനായി കണ്ണടച്ചപ്പോൾ അകക്കണ്ണിൽ ഒരു കാഴ്ച തെളിഞ്ഞു. പിഞ്ഞിക്കീറിയ പാവാടയും ബ്ലൗസും ഇട്ട് എണ്ണ പുരളാത്ത തലമുടി മാന്തി ചികഞ്ഞ് കയ്യിലെ പിച്ചപാത്രം വഴിപോക്കരുടെ നേർക്ക് നീട്ടി യാചിച്ചുകൊണ്ട് തെരുവോരത്തുകൂടി നടന്നു പോകുന്ന ഒരു ഇരുണ്ട പെൺകുട്ടി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.